ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിവേക് ബാലകൃഷ്ണൻ പറയുന്നത് ടിനി ടോം പ്രേമനസീറിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചാണ്. ടിനി ടോം പറയുന്നു, പ്രേമനസീർ തന്റെ അവസാന കാലങ്ങളിൽ സിനിമയിൽ ചാൻസ് ഒന്നും കിട്ടാതെ ഒരുപാട് പേരോട് ചാൻസ് ചോദിച്ച് അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് അങ്ങനെ മനസ്സ് വിഷമിച്ചാണ് പ്രേമനസീർ മരിച്ചത് എന്നാണ്. പ്രേമനസീറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ നായികവേഷം അഭിനയിച്ച ആളെന്ന നിലയിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ മനുഷ്യനാണ്. 700 സിനിമകളിലാണ് പ്രേമനസീർ അഭിനയിച്ചിട്ടുള്ളത്. 130ഓളം സിനിമകളിൽ ഷീലയുമായി നായികവേഷം അഭിനയിച്ചതിന് നല്ല ജോഡി എന്ന നിലയിലും പ്രേമനസീറിന്റെ പേര് ഗിന്നസ് റെക്കോർഡിൽ വന്നിട്ടുണ്ട്. 85 നായികമാരോടൊപ്പമാണ് പ്രേമനസീർ അഭിനയിച്ചത്. മാത്രവുമല്ല, ഒട്ടനവധി മലയാളികളുടെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്ന നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് മലയാളികളുടെ നിത്യഹരിത നായകൻ എന്നറിയപ്പെടുന്ന ഒരേ ഒരു നടൻ. അദ്ദേഹത്തെ കുറിച്ചാണ് ടിനി ടോം ഇങ്ങനെ പറയുന്നത്. ടിനി ടോം ഇങ്ങനെ പറയുന്നതിൽ വലിയ അത്ഭുതമൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ടിനി ടോം മുമ്പും പല നടന്മാരെ കുറിച്ചും ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള നടന്മാരൊക്കെ വളരെ കഴിവുള്ള നടന്മാരാണ്. കമലഹാസനെ കുറിച്ച്, കമലഹാസന്റെ വിശ്വരൂപം എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ സമയത്ത് ടിനി ടോം പറയുകയുണ്ടായി. അതുപോലെ തന്നെ ജഗതി ശ്രീകുമാറിനെ കുറിച്ച് അദ്ദേഹം വളരെ മോശം പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒട്ടുമിക്ക നടന്മാരെ കുറിച്ചും ടിനി ടോം ഇതുപോലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇത്ര വിവാദമായിട്ടില്ല. ടിനി ടോം സത്യത്തിൽ ഒരു നടനാണോ എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം, അദ്ദേഹം വലിയൊരു നടനൊന്നുമല്ല എന്ന്. എന്നാൽ ഒരു നല്ല മിമിക്രി ആർട്ടിസ്റ്റ് ആണോ എന്ന് ചോദിച്ചാലോ, ജയറാമേട്ടനെയും കോട്ടയം നസീർക്കയും ഇപ്പോൾ ഉള്ള മഹേഷ് കുഞ്ഞുമോനെയൊക്കെ കണ്ട് പഠിക്കണം എന്ന് തന്നെയാണ് ടിനി ടോമിനോട് പറയാനുള്ളത്. ടിനി ടോമിനെ പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹത്തിന്റെ ഇപ്പോൾ അടുത്ത് ഒരു സിനിമ ഇറങ്ങി, പക്രു ചേട്ടനായിട്ട് ഒരു സിനിമ ടിനി ടോം അഭിനയിക്കുകയുണ്ടായി. അത് വേണ്ട രീതിയിൽ വിജയിച്ചൊന്നുമില്ല എന്നാണ് തോന്നുന്നത്. ഒരുപക്ഷെ അതിന്റെ വിഷമമായിരിക്കാം ടിനി ടോമിനെ കൊണ്ട് ഇങ്ങനെയെല്ലാം പറയിപ്പിക്കുന്നത്. തന്റെ വീടിന്റെ പൂമുഖത്ത് കാര്യമായി ജോലിയൊന്നും ചെയ്യാനില്ലാതപ്പോ മലർന്നു കിടന്ന് ആകാശത്തേക്ക് നോക്കുമ്പോൾ തന്നെ കുറിച്ച് മനസ്സിൽ തോന്നുന്ന ഒരു അപകർഷത ബോധമൊക്കെയായിരിക്കാം ടിനി ടോമിനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത്. കാലം കഴിഞ്ഞുപോയി തിരിഞ്ഞു നോക്കുമ്പോൾ ടിനി ടോം പറയത്തക്ക കഥാപാത്രങ്ങളൊന്നും ചെയ്തതായി മലയാളത്തിൽ കാണുന്നില്ല. എന്തായാലും ടിനി ടോമിന്റെ ഇത്തരം പരാമർശങ്ങൾ ഇപ്പോൾ ഇതൊരു ട്രെൻഡായി ഇറക്കിയാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം ലാല് ജഗതി ശ്രീകുമാറിനെ കുറിച്ചും ഇതുപോലെ പരാമർശങ്ങൾ നടത്തി. ഇപ്പോൾ ഇത് ടിനി ടോമും നടത്തുന്നു. ഇതുപോലെ നല്ല ലെജൻഡായിട്ടുള്ള ആളുകളെ കുറിച്ച് ഇവന്മാരെന്താണ് ഇങ്ങനെ പറയുന്നത് എന്ന് മനസ്സിലാവില്ലെന്നില്ല. എന്തായാലും പ്രേമനസീറിന്റെ റെക്കോർഡ് ഇനിയുള്ള കാലങ്ങളിൽ ഒരു നടൻ അതിരി കടക്കുമോ എന്നുള്ള കാര്യത്തിന് വളരെയധികം സംശയമാണ്. ഇന്നും മലയാളികളുടെ മനസ്സിൽ നിത്യഹരിത നായകനായി തന്നെ പ്രേമനസീർ നിലനിൽക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.